ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. എൻ്റെ മൂന്നാമത്തെ ചാനലാണിത്. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളമാണ് ഫസ്റ്റ് ചാനൽ. ഇത് തേർഡ് ചാനലാണ്, മൂന്നാമത്തെ ചാനലാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് മുജ്ജന്മ ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ് എന്താണ്? ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഇതൊരു സോറി, എൻ്റെ ശബ്ദം കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്, തൊണ്ട കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ സോറി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് വീഡിയോ ആണ്. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. അതുപോലെ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റീസണേറ്റ് ആകും. അതുപോലെ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എല്ലാവർക്കും ഇത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ്, സ്മൂത്ത് ഗോയിങ് എല്ലാ സാഹചര്യത്തിലും ഉള്ള ആളുകൾക്ക് കാണാവുന്നതാണ്. ആൻഡ് ഓൾസോ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്നും വെച്ചിരിക്കുന്നത് പോലെ 2 പൈൽസ് ആണ് വെച്ചിട്ടുള്ളത്. 2 ഏഞ്ചൽ മെസ്സേജസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് റിക്കവറി ആണ്. ഓക്കെ, പഴയ പൂർവാവസ്ഥയിൽ നിന്നും ഒരു പുതിയ അവസ്ഥയിലേക്ക് വരിക, റിക്കവറി, ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. Okay, and also this is the second pile will be in the near future. അതായത് നിങ്ങളുടെ വരും കാല ഭാവിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാനും അറിയാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, അതാണ് സെക്കൻഡ് പൈൽ. അപ്പോൾ ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്ന ഏത് കാർഡാണോ ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ബ്രീത്ത് ഇൻ ചെയ്യുക, നന്നായിട്ട് ശ്വാസം വലിച്ചു വിടുക, ദെൻ കൂളായിട്ട് നിന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് പൈലിലേക്ക് പോകാം, റിക്കവറി. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പൈൽ ദിസ് റിക്കവറി കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ സ്പ്രെഡ്. ഓക്കെ, ദീസ് ആർ ദ സ്പ്രെഡ് ദാറ്റ് വി ഗോട്ട് ഇൻ ദിസ് ഫസ്റ്റ് പൈൽ. നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾക്ക് മുജ്ജന്മ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ് എന്താണ്, ഈ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഹിയർ വി ഗോട്ട് ദ ഫസ്റ്റ് കാർഡ് ആസ് ദ വൈസ് വൺ. ഓക്കെ, ഗ്രോ വിത്തിൻ യുവർ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റിക്കവറി ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ പലതരത്തിലുള്ള സൈനുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള അടയാളങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ്, അല്ലെങ്കിൽ സാദൃശ്യമുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് പലവരും ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ അറിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ കുറച്ച് ആൾക്കാരും കൂടി അറിയേണ്ടതായിട്ടുണ്ട്. മേ ബി അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകണം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് മേ ബി നിങ്ങൾ ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത്, നമുക്കറിയാം ഒരു പ്രായമായ ഒരു സ്ത്രീയാണ് സൂചിപ്പിക്കുന്നത്. മേ ബി നിങ്ങളുടെ പൂർവികരുടെ തന്നെ റീബർത്ത് ആകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങളുടെ ബർത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർവികരുടെ, അല്ലെങ്കിൽ മുത്തശ്ശന്റെ പോലെ ഇരിക്കാം, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ പോലെ, മുതുമുത്തശ്ശൻ മുതുമുത്തശ്ശി അവരുടെ പോലെ ഇരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാകാം, നന്നായിട്ട് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കഴിവ്. അപ്പോൾ അത് മേ ബി നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരോ മേ ബി അത് നിങ്ങളെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇന്ന ആളുടെ പോലെയാണെങ്കിൽ ഇന്ന മുത്തശ്ശന്റെ പോലെയാണ്, അല്ലെങ്കിൽ ഇന്ന മുത്തശ്ശിയുടെ പോലെയാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ പോലെയാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ തന്നെ റീബർത്ത് ആയിട്ടാണ് നിങ്ങളുടെ ജന്മമായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയായിട്ട് ഒരു മുജ്ജന്മ ബന്ധവും നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ ഒരു 88% ഓഫ് ആൾക്കാരും
88% ആൾക്കാരും നമുക്കിവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പ് അപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാം എന്ന് വിചാരിച്ചാൽ കൂടെ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. ഈ വ്യക്തിയാണെങ്കിലും നിങ്ങളെ മറക്കാം എന്ന് വിചാരിച്ചാൽ പോലും അതിന് പോലും സാധിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഓരോ സിറ്റുവേഷനും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സംഭവിച്ചാലും, അതായത് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സംഭവിച്ചു, പക്ഷെ അത് ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു വഴിയായി മാറുകയാണ്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. കാരണം ബ്രേക്കപ്പ് ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതോടുകൂടി കഴിഞ്ഞു, ഇതോടുകൂടി എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ അത് ഒരു സ്റ്റാർട്ട് ആയിരിക്കാം. അതായത് അതൊരു എന്താ പറയാ, അതൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കാം, അത് എന്തിൻ്റെയൊക്കെ ഒരു തുടക്കമായിരിക്കാം. അത് കൂടുതൽ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കാം നിങ്ങൾ ഈ പേഴ്സണായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ടാകാം, ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകാത്തത്. ഓക്കെ, അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ ആയാലും, ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും നമ്മൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഡീപ്പ് കണക്ഷൻസ് ആണ് നമ്മൾക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ റീബർത്തോ ഐ മീൻ ഒരു പുനർജന്മമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കഴിവുള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ നല്ല ഒരു പരിധി വരെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുപോലെ മുജ്ജന്മത്തിൽ എടുത്തു നോക്കിയാലും, സോറി എൻ്റെ ശബ്ദം കുറച്ച് ഇതാവുന്നുണ്ട്, ഈ ഒരു ജന്മത്തിൽ, അത് മുജ്ജന്മത്തിലായാലും ഈ ഒരു ജന്മത്തിലായാലും എടുത്തു നോക്കിയാലും വി ക്യാൻ സീ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ്, നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ലഭിച്ചിരിക്കുന്ന, അത് കൂടുതലും റീസണേറ്റ് ആവുക ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കും, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക്. അതായത് ഇഗ്നൈറ്റ് യുവർ പാഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ഫയർ ഗാർഡിയൻ ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് വി ക്യാൻ സീ ദിസ് കാർഡ്, ദിസ് ഫയർ ഗാർഡിയൻ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ലൈഫിലെ ഏതൊരു സിറ്റുവേഷനിലും വളരെ പോസിറ്റീവായിട്ടും വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് വളരെ നെഗറ്റീവ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കുതിച്ചുയരാനായിട്ട് നിങ്ങളെ ഒരു പരിധി വരെ ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഭയങ്കര ഒരു പവർ ഇവിടെ കാണിക്കുന്നുണ്ട്. എപ്പോഴും സൗന്ദര്യത്തോടെ നടക്കണം, സ്കിൻ കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം, ആരോഗ്യം നോക്കണം, എപ്പോഴും ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കണം, ശരീരഭംഗി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്കത് നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി, അത് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഓക്കെ ഇപ്പൊ ഇത്രയും പരാജയങ്ങളൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലായാലും വീണ്ടും വീണ്ടും ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതങ്ങനെ പോകുന്ന വഴിക്ക് പൊക്കോട്ടെ, പക്ഷെ ഞാൻ ഒരിക്കലും തളരത്തില്ല, എന്നെ ആർക്കും തളർത്താൻ പറ്റുകയുമില്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അത് ഒരു പരിധിവരെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. വളരെ നല്ല കാര്യമാണ്. ഏത് സിറ്റുവേഷൻ ആയാലും, ഇപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പോൾ അത്രയും ഐ മീൻ ഇച്ചിരി ഇതിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, പക്ഷെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അതിലൊന്നും നിങ്ങൾ പിശുക്ക് കാണിക്കുകയില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം സൂപ്പർബായിട്ട് ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുകയും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ എപ്പോഴും ഒരു
കണക്ഷൻ, ഒരു ഫിസിക്കൽ കണക്ഷൻ, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് റൊമാൻസ്, അത് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അതായത് നിങ്ങൾക്ക് എപ്പോഴും റൊമാൻസ് വേണം. റൊമാൻറ്റിക് ആയിട്ടുള്ള സിനിമകളോട് നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് സീനൊക്കെ, അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. ബിക്കോസ് അത്തരത്തിലുള്ളൊരു മൈൻഡായിട്ടാണ് കാണിക്കുന്നത്. അത് തികച്ചും പോസിറ്റിവിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് അനാവശ്യമായിട്ടുള്ള രീതിയിലല്ല, പക്ഷെ ഒരു പരിധിവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ നിങ്ങൾ എന്നും നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ച്, അല്ലെങ്കിൽ എപ്പോഴും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകണം. നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണ്. വി ക്യാൻ സീ ദിസ് ലേഡിയുടെ തൊട്ട് പുറകിലായിട്ട് ഒരു ബിഗ് ഹ്യൂജ് ആനിമലിനെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് നിസ്സാരമല്ല, വളരെ ഹൈ പവർ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് കൈവിട്ട് നിങ്ങൾ പല മണ്ടത്തരങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വാക്ക് കേട്ടോ, മറ്റാരുടെയെങ്കിലും ഉപദേശപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കുക. അതായത് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് അവസാനം അത് വലിയൊരു കോംപ്ലിക്കേഷൻസിലേക്കും വലിയൊരു പ്രശ്നത്തിലേക്കും വിഷമത്തിലേക്കും പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം എത്രയൊക്കെ നിങ്ങൾക്ക് അനുഭവം കിട്ടിയാലും, നിങ്ങൾക്ക് അനുഭവം ഉണ്ടായാലും നിങ്ങൾ പഠിക്കത്തില്ല, നിങ്ങൾ മനസ്സിലാക്കത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളെ ചതിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്നാൽ പോലും നിങ്ങൾ വീണ്ടും അവരെ വിശ്വസിക്കും, അല്ലെങ്കിൽ വീണ്ടും അവരെ പോയി ഹെൽപ്പ് ചെയ്യും, വീണ്ടും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കും. സോ നിങ്ങളുടെ ലൈഫിൽ അത് കാരണം പലതരത്തിലുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെയധികം പ്രതിസന്ധികൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. ബിക്കോസ് അത് മുജ്ജന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു സ്വഭാവമായിട്ടും കാണിക്കുന്നുണ്ട്. അത് സ്വഭാവമാണോ അല്ലെങ്കിൽ അതൊരു ചാലഞ്ച് ആണോ എന്നറിയില്ല. ചാലഞ്ച് എന്ന് വെച്ചാൽ എപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ക്വിക്ക് ഡിസിഷൻ എടുക്കരുത്, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത്. ബിക്കോസ് അത് നിങ്ങളെ പ്രശ്നത്തിലേക്ക് കൊണ്ടേ വഴി തെളിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു പരിധി വരെ നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ എന്ത് കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത്, അത് ചിലപ്പോൾ നിങ്ങളത് മനസ്സിലും ചിന്തിക്കുന്നുണ്ടാകാം. എന്ത് കാര്യമാണ് അല്ലെങ്കിൽ എന്ത് കർമ്മമാണ് പൂർവാവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിലായാലും എന്ത് കാര്യമാണ് നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിത് സ്നേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഷീൽഡ് ദ ഓൾഡ് സ്കിൻ ആണ്. നമുക്കറിയാം സ്നേക്കിന്റെ പ്രത്യേകത എന്താണ്? പഴയ തോല് പൊളിക്കും അല്ലേ? പഴയ സ്കിന്ന് പൊളിച്ചിട്ട് അവിടെ പുതിയത് വരാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ പല കാര്യങ്ങളും, കഴിഞ്ഞു പോയ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളത് പുറത്തേക്ക് വിടാനായിട്ട് തയ്യാറല്ല, അത് റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് പണ്ടാരെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകണം, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകണം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകണം, നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാകണം. പക്ഷെ എന്തു ആയിക്കൊള്ളട്ടെ, അത് കഴിഞ്ഞു, പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക്, ജീവിതം മുന്നോട്ടാണല്ലോ, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ പഴയകാല ചിന്തകൾ റിലീസ് ചെയ്യുക. പഴയകാല മോശപ്പെട്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഓർത്തിരുന്നോ, ഇറ്റ്സ് വിൽ ബൂസ്റ്റ് അപ്പ് യുവർ കോൺഫിഡൻസ്. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നല്ല കാര്യങ്ങൾ ഓർത്തിരുന്നു. പക്ഷെ ചീത്ത കാര്യങ്ങൾ, നിങ്ങൾ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചില സമയത്ത് കയറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത് നിങ്ങളെ ഒരു ഡിപ്രഷനിലേക്കും
അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലേക്ക്, അതായത് ഒരുപാട് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക്, അതായത് ഓക്കെ എനിക്ക് അങ്ങനെ വന്നു പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, എന്തുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഉണ്ടായത്, മീൻസ് അതിനെ കുറിച്ചിട്ട് ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി 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 നിങ്ങളൊരു ഓവർ തിങ്കർ ആവുകയും, അതായത് ഓവറായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കും പോകാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സർപ്പം ഒലിച്ച് കളയുന്നത് പോലെ കളയുക. എന്നാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ വരത്തുള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില പരിധികൾ വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്. ആ ഒരു ചിന്താഗതി നിങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പരിധി വരെയുള്ള പ്രോബ്ലംസ് മാറും എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ. നിങ്ങൾ പറഞ്ഞത് ആ പേഴ്സൺ കേട്ട് വന്നപ്പോൾ വേറെ രീതിയിലോട്ടും, ആ വ്യക്തി പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ കേട്ട് വന്നപ്പോൾ വേറെ പല രീതിയിലേക്കും പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടിയിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു പരിധി വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസിനെ ഹീല് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട്, അത് ഇപ്പൊ ഒരു സ്മൂത്ത് ഗോയിങ് ആണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അത് ഒരുപാട് കാര്യങ്ങളെ ഹീല് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഏത് എനർജിയാണ് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്, അതായത് നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധിയിൽ പോയാലും നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് ഏത് ഒരു എനർജിയാണ് സഹായിക്കുന്നത്. നമുക്ക് വൈറ്റ് വിച്ച് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ മേരി മാതാവ്, അല്ലെങ്കിൽ ഭദ്രകാളി ദേവി, കൊടുങ്ങല്ലൂരമ്മ, അല്ലെങ്കിൽ നമ്മുടെ ആറ്റുകാലമ്മ, അങ്ങനെ ഒരുപാട് ദേവിമാരുണ്ടല്ലോ. മേ ബി ചാമുണ്ടേശ്വരി, അല്ലെങ്കിൽ അങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം ദേവിമാരെ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് രക്തപുഷ്പാഞ്ജലി, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ ചുവന്ന പട്ട് അങ്ങനെയൊക്കെ സമർപ്പിക്കുന്നവരായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരുടെ ആ ദൈവങ്ങളുടെ നാമകീർത്തനങ്ങൾ ചൊല്ലുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമം, ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ദേവി മഹാത്മ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് ആർജവപ്പെടുത്തുന്നത് ഒരു പരിധിവരെ ഈ എനർജിയാണ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ മേരി മാതാവ്, ഓക്കെ, അങ്ങനെ ദൈവങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ചയും കാഴ്ചയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, കീർത്തനങ്ങളൊക്കെ പാടുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരു പരിധിവരെ നിങ്ങൾക്ക് അതിൻ്റെ എനർജി ലഭിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി വരുന്നതായിട്ട് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പവർ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കുണ്ട്. ബിക്കോസ് മറ്റുള്ളവരെ ആകർഷിക്കാൻ നമുക്ക് ഓൾറെഡി ഫയർ ഗാർഡിയൻ കിട്ടി, അതായത് ഫയർ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പവർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമാണ്. അത് നിങ്ങൾക്ക് പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഇടുമ്പോഴോ, ഡ്രസ്സ് ധരിക്കുമ്പോഴോ നിങ്ങൾക്ക് ഓൾറെഡി ഭംഗിയുള്ള ആൾക്കാരായിട്ട്, അത് ഒരുപാട് വെളുത്തിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ കണ്ണുകളിലോ ചുണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസിലോ സംതിങ് ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് ഒരു പരിധിവരെ ആകർഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് വളരെയധികം പോസിറ്റീവ് എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു എനർജി നിങ്ങൾ എങ്ങനെ വളരാനായിട്ട്, അതായത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങളുടെ പ്രണയബന്ധത്തിലായാലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും,
ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വഴിയിൽ നിന്നോ, അല്ലെങ്കിൽ കസിൻസോ, സിബ്ലിങ്സോ, കൊളീഗ്സോ, ആരെങ്കിലും വഴി, ചിലപ്പോൾ ഒരു അപരിചിതരായിരിക്കാം, സ്ട്രേഞ്ചർ ആയിരിക്കാം, നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പ് ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ ആൻസിസ്റ്റർ കാർഡ്. ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. അതായത് പൂർവികരുടെ അനുഗ്രഹം. നിങ്ങൾ മുടങ്ങാതെ ബലിതർപ്പണം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ശിവരാത്രി ബലിയിടല്, ശ്രാദ്ധമൂട്ട്, കൂട്ട് നമസ്കാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ക്രിസ്ത്യൻസ് ആണെങ്കിൽ വെള്ളിയാഴ്ച പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കണം. സോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ പൂർവികരെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭക്ഷണമാണെങ്കിൽ പോലും, ഒരു 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 ബ്രെഡിന്റെ കഷ്ണമാണെങ്കിൽ പോലും നിങ്ങൾ മേ ബി പൂർവികർക്ക് വീത് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ കഴിക്കുന്നത്. അതൊക്കെ വളരെ നല്ല സ്വഭാവമായിട്ടാണ് കാണിക്കുന്നത്. കാരണം അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. ഭയങ്കരമായിട്ടും ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ്, അതായത് പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. മേ ബി നിങ്ങളുടെ മുത്തശ്ശനെയോ മുത്തശ്ശിയെയോ നിങ്ങൾ പരിചരിച്ചിട്ടുണ്ടാകണം. അവർ വയ്യാണ്ടൊക്കെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ നോക്കുകയോ പരിപാലിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള പല നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, ചിലപ്പോൾ ഒരു ആക്സിഡന്റിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകണം. വലിയ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ചിലപ്പോൾ കിടപ്പിലാവേണ്ട ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ നാഴികയ്ക്ക് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകണം. അതൊക്കെ നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹമായിട്ടും നിങ്ങൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അനുസരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ നിങ്ങളുടെ പൂർവികരോട് തന്നെ പ്രാർത്ഥിച്ചാൽ തന്നെ ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള പല ഇൻഫോർമേഷനും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല, ക്ലാരിഫിക്കേഷൻ തരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂർവികരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിഷമിച്ച് ചോദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഫീലിങ്സോട് കൂടി നിങ്ങൾ ചോദിച്ചോളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികര് വഴി കാട്ടും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും വഴി കാട്ടും. ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്കം ദാറ്റ് വി ഗോട്ട് ദ ഈഗിൾ ആണ് സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ്. അതായത് പണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം. പണ്ടൊക്കെ നിങ്ങൾ ഭയങ്കര ഒതുങ്ങിയ ഒരു ക്യാരക്ടർ ആയിട്ടുണ്ടായിരിക്കണം, ആളുകളോട് അധികം സംസാരിക്കില്ല, ഒരു ഒതുങ്ങിയ ഒരു ക്യാരക്ടർ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ്. അത് നിങ്ങളുടെ സൗന്ദര്യത്തിലായാലും, നിങ്ങളുടെ ബുദ്ധിയിലായാലും, ചിന്താഗതികളിലായാലും, നിങ്ങളുടെ സ്വഭാവത്തിലായാലും, വിശ്വാസങ്ങളിലായാലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പണ്ട് നിങ്ങൾ കേൾക്കുന്നതായിരുന്നു വിശ്വസിച്ചിരുന്നത്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ അനുഭവത്തിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയിരിക്കുന്നു. എന്ത് കാര്യവും കുറച്ച് ഉയർന്ന ചിന്താഗതിയിൽ നിന്നുമാണ് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഉയർന്ന തലത്തിൽ നിങ്ങൾ ചിന്തിക്കും. അല്ലാണ്ട് അവര് പറഞ്ഞു ഇവര് പറഞ്ഞ് പുറകിൽ നിന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു ഇവര് പറഞ്ഞു അങ്ങനെയല്ല. നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെല്ലാം ഉയർന്ന തലത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, അത് വലിയൊരു ചേഞ്ച് ആണ്. ആൻഡ് ഓൾസോ ദിസ് കാർഡ് സേസ് അബൌട്ട് ദ റിക്കവറി. ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ, അതും ഉയർന്ന തലത്തിലേക്കാണ്. അതിവിടെ നമുക്ക് ദ ഫൈനൽ കാർഡ് കൊണ്ട് നമുക്ക് കൺഫേം ആണ്. നിങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ വാണ്ട് ടു മേക്ക് യു മദർ ഓഫ് മൈ ചൈൽഡ്, ഐ വാണ്ട് ടു മാരി യു ആൻഡ് ഐ നീഡ് എ ഗേൾ ചൈൽഡ്. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ബിക്കോസ് 2 ലവ് മെസ്സേജസും മാരേജിനെ കുറിച്ചിട്ട് തന്നെയായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഫ് ക്യാരക്ടർ. ഓക്കെ, ട്രഡീഷണൽ ഗ്രേറ്റ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, സി, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ സ്ക്രീനിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്
ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പയൽ ദിസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഓക്കെ, ചില സമയത്ത് എൻ്റെ ഒച്ച മാറുകയൊക്കെ ചെയ്യും, തൊണ്ടടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഇതെടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, സോ ക്ഷമിക്കാം കേട്ടോ. ചില സമയത്ത് സൗണ്ട് ഇതായിട്ടൊക്കെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ് എന്താണ്, ഈ പേഴ്സണെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ, ഓക്കെ, എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ നമ്മൾ കാർഡ്സ് നോക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു പോസിറ്റീവ് ആൻഡ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് സൺ കാർഡാണ്. എൻജോയ് ദ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ്. അതായത് ഇത് നമുക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ പേഴ്സൺ ആയിട്ട്. അതായത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഹീലിംഗ് പേഴ്സൺ ആയിട്ടാണ് നമുക്കിതൊരു പരിധി വരെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ബിക്കോസ് ഭൂരിഭാഗം ആളുകൾക്കും ഈ വ്യക്തി വന്നിരിക്കുന്നത്, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലവർക്കും, കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ബ്ലെസ്സിങ് ആയിട്ടും കുറച്ച് ആൾക്കാർക്ക് ഇതൊരു പാഠമായിട്ടുമാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ലെസൺ. ഓക്കെ, ഈ വ്യക്തി ഇന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ് വന്നത്, അതൊരു ലെസൺ ആണ്. ആൻഡ് ഓൾസോ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതോടുകൂടി മേ ബി ഈ പേഴ്സണായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും അത് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടാകണം. സോ അതിനെയാണ് നമുക്ക് ബ്ലെസ്സിങ്സ് എന്ന് പറയാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സണെ കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര അധികം പോസിറ്റീവ് വൈബ്രേഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഇവിടെ നമുക്ക് കുറച്ചധികം എനർജി നമ്മൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം, നിങ്ങളുടെ ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നായിരിക്കാം, പിന്നെ അത് പതുക്കെ പതുക്കെ ആ സൗഹൃദം പിന്നെ പ്രണയത്തിലേക്ക് ആയതും ആയിരിക്കാം. അതല്ല എങ്കിൽ ഇതൊരു പ്രപ്പോസലായിട്ട് വന്നൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫസ്റ്റ് തന്നെ എനിവേ നമുക്ക് സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളോ ഒരു ലിയോ ആകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, ലിയോ അല്ലെങ്കിൽ സാജിറ്റേറിയസ് ഭയങ്കര എനർജി വൈബ്രേഷൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഈ പേഴ്സണോട് പറഞ്ഞപ്പോൾ നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഒരുപാട് ഹീലായതായിട്ട്, നിങ്ങളുടെ ഹൃദയം ഒരുപാട് ഹീലായതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെ നമുക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ല കാണാൻ പറ്റുന്നത്, ബട്ട് വി ക്യാൻ സീ ദ പേഴ്സണൽ ഹീലിംഗ് പവർ. അതിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കണക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ വി ക്യാൻ എന്താണ് ഐ മീൻ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ലൈഫിൽ ലഭിച്ചിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു ഗിഫ്റ്റ് ആണ്. അത് പല അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകണം. എന്താന്ന് വെച്ചാൽ ഓൾവേസ് യു വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു റിട്രീറ്റ് ആൻഡ് റീചാർജ് യുവർ എനർജി. അതായത് നിങ്ങളുടെ എനർജീനെ എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും എന്താണത് പരിശോധിച്ചു കൊണ്ടിരിക്കാനും അതിനനുസരിച്ച് ഇപ്പം എന്തെങ്കിലും മോശക്കേടുകൾ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് റീചാർജ് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു പരിധിവരെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ. ഓക്കെ, മെഡിറ്റേഷൻ അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നപ്പോൾ നിങ്ങളുടെ കർമ്മത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ കാര്യമായിരിക്കാം മെഡിറ്റേഷൻ. പക്ഷെ ആ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു സോൾ എക്സ്പാൻഷൻ, അതായത് ആ ആത്മാവിൻ്റെ ആ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആ ഒരു വികസനം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് ഹൈ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം, ഒരിക്കലും സ്റ്റോപ്പ് അപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഓറ പവറിൽ ഒരുപാട് എനർജീസ് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
ഓക്കെ. ചിലപ്പോൾ നിങ്ങളത് മനസ്സിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലിയിട്ടായിരിക്കണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾ ഫുൾ ടൈം മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പൊ ശിവഭഗവാന്റെയോ അല്ലെങ്കിൽ സംതിങ് അങ്ങനെയൊക്കെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിള് വായിക്കുന്ന ആൾക്കാരായിരിക്കണം. ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ വായിച്ച് വായിച്ച് നിങ്ങളുടെ ആ ഒരു ഓറയിൽ ഭയങ്കരമായിട്ടുള്ള ഹീലിംഗ് സംഭവിച്ചിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നീ ഇന്നത്, വേറെ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്ന് വിഷമം പറയുമ്പോൾ നിങ്ങൾ പറയും ഓക്കെ നീ ഇങ്ങനെ ചെയ്താൽ മതി, യു വിൽ ഫീൽ ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഈ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡീപ്പ് മെഡിറ്റേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തക്കതായിട്ടുള്ള ഹെൽപ്പ്, മറ്റുള്ളവരിൽ നിന്നുമുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വഴി കാട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വഴി തെറ്റി നിൽക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള വഴി ഇതല്ല അതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്യും. അത് ഭയങ്കര ഒരു ബ്ലെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല ചീറ്റിംഗ് എനർജിയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ച ആളുകൾക്ക് നല്ല തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് അത് ഒരു ബ്ലെസ്ഡ് എനർജിയാണത്. അപ്പൊ അത് നിങ്ങൾ എന്നും മുറുകെ പിടിക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോകുന്നത് വരെ ഈ ഒരു എനർജി നിങ്ങൾ എപ്പോഴും കൂടെ കൂട്ടേണ്ടതാണ്. ആൻഡ് ഓൾസോ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ടൊക്കെ ഹൈ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ ഒരിക്കലും അടിപിടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിൽ നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് പവർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനെയും അട്രാക്ട് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. പക്ഷെ എവിടേക്കോ എങ്ങനെയൊക്കെയോ നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ബിക്കോസ് അൺലോക്ക് ദ മാജിക് വിത്തിൻ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അൺലോക്ക് ചെയ്യാനാണ് പറയുന്നത്. അതായത് അത് തുറന്ന് പുറത്തേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ എനർജി നിങ്ങൾ എവിടേക്കോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഭയങ്കര എക്സ്ട്രാ എനർജിയുള്ള, എക്സ്ട്രാ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഭാഗ്യദോഷം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചീത്തക്കാലം, മോശക്കാലം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കൈവശോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിൽ നിന്നും നിങ്ങൾ കരകയറി വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് എത്ര കീഴ്പോട്ട് പോയാലും നിങ്ങൾക്ക് വേഗം ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വഴിമുട്ടില്ല. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആണ്. അത് മറക്കാതിരിക്കുക, എപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ മടി പിടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കിതൊന്നും വയ്യ, അല്ലെങ്കിൽ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, സംതിങ് നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ വളരെ വലുതാണ്. അതായത് നിങ്ങൾക്ക് ആഡംബര ജീവിതം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് നല്ലോണം സ്നേഹത്തോടെ സംസാരിക്കണം, നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒഴിയണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഒരു പരിധി വരെ മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ മടി പിടിച്ചിരിക്കാതെ യഥാർത്ഥ പവർ മുന്നോട്ട് കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റിംഗ് എലമെന്റ്സ് അതൊക്കെ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ബ്രേസ്ലെറ്റ്സോ അല്ലെങ്കിൽ ക്രിസ്റ്റൽസോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒഴിഞ്ഞിടുന്നത് നല്ലതായിരിക്കും. കർപ്പൂരം വെച്ചിട്ട് ഒഴിഞ്ഞിടുന്നതോ അല്ലെങ്കിൽ ഉപ്പും മുളകും വെച്ചിട്ട് ഒഴിഞ്ഞിടുന്നതോ ഒക്കെ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ഓറ കുറച്ചും കൂടെ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്, കൂട്ടുകൂടാൻ നിൽക്കരുത്. അവർ നെഗറ്റിവിറ്റി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് അവോയ്ഡ് ദോസ് പീപ്പിൾ. അത്ര ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ചിലപ്പോൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ടായിരിക്കണം ഒരു പരിധി വരെ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറയുന്ന കാര്യത്തിന് തൊട്ട് മുൻപ് ഒന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്.
അതായത് ചില സമയത്ത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യവും പുറത്തേക്ക് പറഞ്ഞു കഴിയുമ്പോൾ പോണ കാര്യവും രണ്ടും വ്യത്യസ്തമായിരിക്കും. മനസ്സിൽ ചിന്തിച്ചത് ഒന്നായിരിക്കും, പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ വേറെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടും നിങ്ങൾ പറയുന്നതിന് തൊട്ട് മുൻപ് മനസ്സിലൊന്ന് വിചാരിക്കുക എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായിട്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലെ, നിങ്ങളുടെ ടോട്ടൽ ലൈഫിലും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഏത് എനർജിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് ഓൾ അബൌട്ട് വി ഗോട്ട് ദ ജീസസ്. ഓക്കെ, ജീസസ് ലവേഴ്സ് ആണോ? ഫസ്റ്റ് പയലിന് നമുക്ക് കൂടുതലും ദേവിമാരെയാണ് കിട്ടിയിരുന്നത്, പക്ഷെ ഇവിടെ നമുക്ക് ദേവനെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ശിവഭഗവാനെ ആയിരിക്കാം, അല്ലെങ്കിൽ ജീസസിന്റെ തന്നെയാണ് നമുക്ക് കൂടുതലും എനർജി ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബൈബിൾ പാരായണം അല്ലെങ്കിൽ മുടങ്ങാതെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥന, ഫാസ്റ്റിംഗ് പ്രയർ, ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും, പക്ഷെ എവിടേക്കും നിങ്ങൾക്ക് മടി വരുന്നുണ്ട്. ആ മടി നിങ്ങൾ മാറ്റിയെടുക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങളെ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്ത് വെക്കുമെന്നാണ് കാണിക്കുന്നത്. സോ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ബൈബിൾ പാരായണം നടത്തുക, അതിനൊന്നും നിങ്ങൾ മടിയരുത്. ബിക്കോസ് നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ എത്തി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു റിവേഴ്സ് എനർജി നിങ്ങളെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ എനർജി ലെവൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ജീസസിനെ റിലേറ്റ് ചെയ്തിട്ടായിട്ടുള്ള കാർഡ്സ് നമുക്ക് വരുന്നുണ്ട്. അതൊരു പരിധി വരെ ജീസസ് ലവേഴ്സ് ആയിരിക്കാം ഈ ഒരു വീഡിയോസ് കൂടുതൽ കാണുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്കം ദാറ്റ് വി ഗോട്ട്, ഐ മീൻ ദ ഫീലിംഗ് ലൗഡ് ആൻഡ് കംഫർട്ട് ആൻഡ് ഓൾസോ ദ ജോയ്ഫുൾ ആൻഡ് ലൈറ്റ്. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. മനസ്സ് വെളിച്ചമാക്കി വെക്കുക. മനസ്സ് വെളിച്ചമാക്കി വെച്ചാൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയുള്ളൂ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും കാര്യം മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത് ഈ പേഴ്സണിൽ നിന്നും. ഓക്കെ, ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇടപഴകാൻ വരുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. നമുക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കുമ്പോൾ, മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ കോള് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ലാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ വ്യക്തിക്ക്, ഈ പ്രണയബന്ധത്തിനും. താല്പര്യമില്ലെങ്കിൽ വിട്ടോളൂ, പക്ഷെ താല്പര്യമുണ്ടെങ്കിൽ ഈ പേഴ്സണെ ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആക്കരുത്. നിങ്ങൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ അമ്മയുടെ അനുഗ്രഹം മസ്റ്റാണ്. നിങ്ങളുടെ മദറിനെ നന്നായിട്ട് കെയർ ചെയ്യുക. അവരെ വാക്കുകൊണ്ടൊന്നും നോവിക്കരുത്, വിഷമിപ്പിക്കരുത്. ബിക്കോസ് അത് നിങ്ങൾക്ക് മേ ബി ഒരു ശാപമായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, മനസ്സ് വെളിച്ചമാക്കി വെക്കുക എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടേക്കോ മനസ്സിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പുറത്തോട്ട് ആരോടെങ്കിലും ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പറയുക. നിങ്ങളുടെ മനസ്സ് വിശാലമാക്കിയും വൃത്തിയുള്ളതാക്കിയും ആക്കി വെക്കാനാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. സോ അത് ആക്കണം, അങ്ങനെ ചെയ്യണം. അത് നിങ്ങൾ ആരെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പറപ്പായിട്ടായാലും മതി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക. നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക, മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങൾ ഈ പേഴ്സണെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എനർജി പ്രകാരം നോ ആണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കുറച്ച് ലേസിനെസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു ഹെസിറ്റേഷൻ, ഒരു താമസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുത്താൽ മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ഒരു പരിധി വരെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ മുന്നോട്ട് ഒരു ഡെഡ് സിറ്റുവേഷൻ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് വീണ്ടും അത് മീൻസ് ഐ എം നോട്ട് ഗെറ്റിംഗ് എനി ക്ലാരിറ്റി ഇൻ യുവർ ബിഹേവിയർ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ റാൻഡം ആയിട്ട് എടുത്തതാണ് ലവ് മെസ്സേജ്, പക്ഷെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്.
യു നോ മീ സോ വെൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെയോ ഈ പേഴ്സണിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഐ മീൻ അതെന്താന്ന് വെച്ചാൽ പറയൂ. ഓക്കെ, ആ പേഴ്സണോട് തുറന്നു പറയൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയൂ, വിശ്വാസമുള്ള ആരോടെങ്കിലും. ലെറ്റർ സി കിട്ടിയിട്ടുണ്ട്, പോലീസ് കിട്ടിയിട്ടുണ്ട്, മദർ ലവ്. യെസ്, മദർ ലവ്. മദർ, അമ്മയെ നന്നായിട്ട് സ്നേഹിക്കാൻ നമുക്ക് അത് ക്ലൂസിലും കിട്ടിയിട്ടുണ്ട്. നേച്ചർ ലവ്. ഓക്കെ, എന്തെങ്കിലും ഒരു ചെടിയൊക്കെ നടുകയോ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അതിനെയൊക്കെ ഒന്ന് സംരക്ഷിക്കുന്നതൊക്കെ നല്ലതാണ്. ഓക്കെ, അത് ബ്ലെസ്സിങ്സിന് കാരണമാകും. സോ അതൊക്കെ ഒന്ന് ചെയ്യാം, മടി മാറ്റി വെക്കുക. ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ കാണാനായിട്ട് കഴിഞ്ഞത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആണ്. അതായത് നിങ്ങൾ ഈ ജന്മം കൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. അതിപ്പോ പൂർവികരുടെ അനുഗ്രഹമോ അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അതായത് ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കുറെ അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഉപയോഗിക്കാതെ മടി പിടിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ മസ്റ്റായിട്ടും ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് ഈ ഒരു ലെവലിലേക്ക് വരികയുള്ളൂ, ദ സൺ എനർജിയിലേക്ക് വരികയുള്ളൂ. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നത് മെഡിറ്റേഷൻ ആയിരിക്കാം, പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ചധികം കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിലും കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ, പിന്നെ പോരാത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.